പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഗൂഗിൾ ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുമാണ്. യൂട്യൂബിൻ്റെ 4000 അവേഴ്സ് 1000 സബ്സ്ക്രൈബേഴ്സ് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ ചാനൽ ഗൂഗിൾ ആഡ്സനുമായിട്ട് ലിങ്ക് ചെയ്ത് നമ്മുടെ ചാനലിൽ അഡ്വർടൈസ്മെൻറ്റുകൾ കൊടുത്ത് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പലർക്കും അറിയാത്തൊരു കാര്യമാണ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഇത് ഗൂഗിൾ ആഡ്സനുമായിട്ട് ലിങ്ക് ചെയ്യുമെന്നുള്ള കാര്യം. ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യാറുള്ള ഒരു കാര്യമാണ്, എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. ഇനി നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ്റെ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയില്ല, നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കണ്ടു വെച്ചേക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് യൂട്യൂബിൽ തന്നെ സേവ് ചെയ്തേക്കുക, നിങ്ങൾ മോണിറ്റൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. ഈ വീഡിയോയിലൂടെ ഞാൻ മോണിറ്റൈസേഷൻ എനേബിൾ പ്രോസസ്സിംഗ് കാണിക്കാൻ പോകുന്ന ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി ആ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷനും ഗൂഗിൾ ആഡ്സനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മിസ്സാവും. അപ്പം അവസാനം വരെ കാണുക. കണ്ടതിന് ശേഷം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടേക്കുക, വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തേക്കുക. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാൻ യൂട്യൂബിൽ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. ഈ യൂട്യൂബ് ചാനലിൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചാനലിൻ്റെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലെത്തുമ്പോൾ അപ്ലൈ നൗ എന്ന് പറയുന്ന ഒരു ബ്ലൂ കളർ ഐക്കൺ കാണാനായിട്ട് സാധിക്കും. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു പുതിയ പേജിലേക്ക് റീഡയറക്റ്റ് ആവും. പുതിയ പേജിലെത്തുമ്പോൾ നമുക്കിവിടെ 3 സ്റ്റെപ്സ് മോണിറ്റൈസേഷന് വേണ്ടി കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ യൂട്യൂബിൻ്റെ പാർട്ട്ണർ പ്രോഗ്രാമിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം അക്സെപ്റ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒരു ബോക്സ് ചെക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്, അക്സെപ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസിൻ്റെ. അത് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഏറ്റവും താഴെയായിട്ട് അക്സെപ്റ്റ് ടേംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകും. നിങ്ങളുടെ കാണാൻ സാധിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഡൺ എഴുതി വന്നിട്ടുണ്ട്. നമ്മൾ നേരെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബുമായിട്ട് നമുക്ക് ഗൂഗിൾ ആഡ്സിനെ ലിങ്ക് ചെയ്യണം. അതിനായിട്ട് നമുക്കൊരു ഗൂഗിൾ ആഡ്സൻ അക്കൗണ്ട് വേണം. ഒന്നുകിൽ നമ്മളുടെ കയ്യിൽ നേരത്തെ ഉള്ള ഗൂഗിൾ ആഡ്സൻ അക്കൗണ്ടുമായിട്ട് നമ്മുടെ ചാനൽ ലിങ്ക് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഗൂഗിൾ ആഡ്സൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ സ്റ്റാർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇതേപോലെ പോപ്പപ്പ് വിൻഡോ ഓപ്പൺ ആയി വരും. ഈ പോപ്പപ്പ് വിൻഡോയിൽ നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്. ഇതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് അക്കൗണ്ടുമായിട്ട് ചാനലിനെ ലിങ്ക് ചെയ്യാം, അല്ലായെന്നുണ്ടെങ്കിൽ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ലിങ്ക് ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് രണ്ടും നമുക്ക് അറിയത്തില്ല എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. നമ്മൾ പുതിയ അക്കൗണ്ടുമായിട്ട് ഒരു പുതിയ ഗൂഗിൾ ആഡ്സനുമായിട്ടാണ് നമ്മുടെ ചാനലിനെ ലിങ്ക് ചെയ്യുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു പേജിലേക്ക് ഓപ്പൺ ആവും. ആ പേജിൽ നമ്മളുടെ ജിമെയിൽ ID എത്ര എണ്ണം ആ ഡിവൈസിൽ നിന്ന് സൈൻ ഇൻ ആയിട്ടുണ്ടോ അതെല്ലാം കാണിക്കും. ഇപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന അതേ മെയിൽ ID ഉപയോഗിച്ചാണ് ഗൂഗിൾ ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമെയിൽ IDയിൽ നിന്നാണ് ഗൂഗിൾ ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമെയിൽ ID കൊടുത്ത് നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിലുള്ള അതേ മെയിൽ IDയിലേക്കാണ് ഗൂഗിൾ ആഡ്സനും കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു പുതിയ പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുക യുവർ വെബ്സൈറ്റ്, അതായത് ഏത് വെബ്സൈറ്റുമായിട്ട് അല്ലെങ്കിൽ ഏത് ചാനലുമായിട്ടാണോ നമ്മളുടെ ഗൂഗിൾ ആഡ്സൻ അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടത് അതാണ് ഏറ്റവും ആദ്യം കാണിക്കുന്നത്. നമുക്കിവിടെ പ്രത്യേകിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, ഓൾറെഡി നമ്മൾ യൂട്യൂബിൽ നിന്ന് വന്നതായതുകൊണ്ട് ആ ഒരു URL നമ്മുടെ യൂട്യൂബിൻ്റെ URL ഏറ്റവും മുകളിൽ തന്നെ കാണും. വെബ്സൈറ്റ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ നമ്മുടെ URL കാണും. രണ്ടാമത്തെ ഓപ്ഷനിൽ ഗൂഗിൾ ആഡ്സനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ന്യൂസ് ലെറ്ററുകളൊക്കെ വരണോ വേണ്ടയോ എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് താഴെ നമ്മൾ ഏത് രാജ്യത്തു നിന്നാണ് ആഡ്സൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് സെലക്ട് ചെയ്യണം. ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്തു. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വീണ്ടും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. അതായത് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ഓരോന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് ഒന്ന് വായിച്ചു നോക്കുന്നത് നന്നാണ്. അതല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇവിടെ കാണുന്ന ഐ ഹാവ് റീഡ് ആൻഡ് അക്സെപ്റ്റ് ദ എഗ്രിമെൻ്റ് എന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ആഡ്സൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേങ്കിൽ ഇത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മുമ്പോട്ടുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ നമ്മൾ കാണിച്ചു കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിയേറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തു. ക്രിയേറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഗൂഗിൾ ആഡ്സൻ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് പോകുന്നത് നമ്മളുടെ ഗൂഗിൾ ആഡ്സൻ അക്കൗണ്ടിലേക്കാണ്. ഗൂഗിൾ ആഡ്സൻ അക്കൗണ്ടിലെത്തി ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് നമ്മളുടെ
അഡ്രസ്സ് ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ്. അഡ്രസ്സ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളുടെ അക്കൗണ്ട് ടൈപ്പ് എന്താണെന്നുള്ളത് ഇവിടെ കൊടുക്കണം. ഇൻഡിവിജ്വൽ ആണോ അതോ ബിസിനസ് ആണോ എന്നുള്ളത്. നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഗൂഗിൾ ആഡ്സിനാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്കുള്ള സെക്ഷനിൽ നമ്മളുടെ അഡ്രസ്സ്, നമ്മളുടെ സിറ്റി, പിൻകോഡ്, സ്റ്റേറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളുടെ ഏതെങ്കിലും ഒരു ID നമ്മൾ സബ്മിറ്റ് ചെയ്യുമല്ലോ അഡ്രസ് വെരിഫിക്കേഷന് വേണ്ടി, ആ IDയിലുള്ള അതേ കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഗൂഗിൾ ആഡ്സിൻ്റെ ഈ അഡ്രസ്സിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത് എപ്പോഴും നമുക്ക് മാറ്റാനൊന്നും പറ്റത്തില്ല. അങ്ങനെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതിനുശേഷം ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യണം. സബ്മിറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ കൊടുത്ത കാര്യങ്ങൾ കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് വീണ്ടും അതൊന്നുകൂടെ കാണിക്കും, നമ്മളെ ഒരു പ്രിവ്യൂ കാണിക്കും. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പരും വർക്കിംഗ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റീഡയറക്റ്റിംഗ് യു ടു യുവർ ഹോസ്റ്റ്. അതായത് നമ്മളുടെ വെബ്സൈറ്റിലേക്ക് വീണ്ടും നമ്മളെ റീഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ യൂട്യൂബാണ്. യൂട്യൂബിൽ നിന്നാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ വീണ്ടും യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലെത്തി. ഇവിടെ നിങ്ങൾക്ക് സ്റ്റെപ്പ് 2 കാണാൻ സാധിക്കും, ഇൻ പ്രോഗ്രസ്. ഇതിന് കംപ്ലീറ്റ് ആകാനായിട്ട് കുറഞ്ഞതൊരു 6 hours എടുക്കും. 6-7 മണിക്കൂറിനുള്ളിൽ ഈ സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ലഭിക്കും. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യും. തേർഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകാനായിട്ട് കുറഞ്ഞത് 2 days എടുക്കും. 2 ദിവസത്തിനുള്ളിൽ ഈ തേർഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവും. തേർഡ് സ്റ്റെപ്പിൽ ഏറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ മൊത്തം യൂട്യൂബ് മോണിറ്റർ ചെയ്യുന്നത് ഈ തേർഡ് സ്റ്റെപ്പിൽ നിന്നാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ചാനൽ റിവ്യൂ ചെയ്യുന്നത് തേർഡ് സ്റ്റെപ്പിലാണ്. ഈ തേർഡ് സ്റ്റെപ്പ് നമുക്ക് മാനുവലി സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്റ്റെപ്പ് സ്റ്റാർട്ട് ആയിക്കോളും. അതിനുശേഷം 2 ദിവസമെങ്കിലും നിങ്ങൾ ഇത് കംപ്ലീറ്റ് ആകാനായിട്ട് വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ ചാനൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തേർഡ് സ്റ്റെപ്പിൽ നിങ്ങളുടെ ചാനൽ യൂട്യൂബ് റിജക്റ്റ് ചെയ്യും, മോണിറ്റൈസേഷൻ റിജക്റ്റ് ചെയ്യും. നിങ്ങളുടെ ചാനൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ തേർഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ എനേബിൾ ആയി എന്നുള്ള ഒരു മെയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. മെയിലിൽ പറഞ്ഞിരുന്ന കാര്യം യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പ്രോഗ്രാം നിങ്ങളുടെ ചാനലിലേക്കുള്ളത് എനേബിൾ ആയി എന്നാണ്. മെയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കി മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലെത്തി. മോണിറ്റൈസേഷൻ സെക്ഷനിലെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിച്ചത്. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ വീഡിയോ അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനായിരുന്നു. നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും നോക്കണ്ട, ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു പുതിയ പേജിലേക്ക് നമ്മൾ ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ എനേബിൾ ആണ്, എന്തൊക്കെ രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ നമ്മുടെ ചാനലിൽ വരും, എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ചാനൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ വായിച്ച് നോക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ ഒരു ബ്ലൂ ബാനർ കാണും. അവിടെ മോണിറ്റൈസ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു പുതിയ പേജിലേക്ക് ഓപ്പൺ ആവും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെറ്റ് മോണിറ്റൈസേഷൻ പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഇവിടെ നമ്മളുടെ മോണിറ്റൈസേഷൻ നമുക്ക് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ 2 ഓപ്ഷനുണ്ട്. ഡിസൈഡ് ലേറ്റർ, മോണിറ്റൈസ് ഓൾ വീഡിയോസ്. മോണിറ്റൈസ് ഓൾ വീഡിയോ സെലക്ട് ചെയ്ത് മോണിറ്റൈസ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് ഓപ്പൺ ആയി കാണിച്ചു തരാം. യൂട്യൂബ് ചാനലിലെ വീഡിയോകളാണ് ഈ കാണുന്നത്. ഒരു വീഡിയോ പോലും മോണിറ്റൈസ് അല്ല. കാരണം മോണിറ്റൈസേഷൻ എനേബിൾ ആകാനുള്ള ഓപ്ഷൻ എനിക്ക് ലഭിച്ചു. ഞാൻ ഇതുവരെ എനേബിൾ ആക്കിയിട്ടില്ല. നമ്മൾ എനേബിൾ ആക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിന് മുമ്പ് നിങ്ങൾ നോക്കിക്കൊള്ളുക, ഒരു വീഡിയോകളും മോണിറ്റൈസ് ആയില്ല. 280 വീഡിയോകൾ ഈ ചാനലിലുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോകളും ഒരുമിച്ചാണ് ഇവിടെ മോണിറ്റൈസ് ആക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു സംഭവമാണ്, എങ്ങനെയാണ് എല്ലാ വീഡിയോകളും മോണിറ്റൈസ് ആക്കുന്നത്. ചിലർ ഓരോ വീഡിയോകളായിട്ട് അവസാനം മോണിറ്റൈസ് ആക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓൾ വീഡിയോ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ പ്രിഫറൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു വീഡിയോ മാനേജർ സെക്ഷനിലേക്കായിരിക്കും നമ്മൾ റീഡയറക്റ്റ് ആകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്ഡേറ്റിംഗ് വീഡിയോസ്. അതായത് നമ്മളുടെ വീഡിയോകളൊക്കെ മോണിറ്റൈസ് ആവുകയാണ്. ഒരു 3 to 5 minutes എടുക്കും ഇത് കംപ്ലീറ്റ് ആകാനായിട്ട്. നമ്മൾ എത്ര വീഡിയോ ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും ഇത് പ്രോസസ്സിങ് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പം നമുക്കിത് കുറച്ച് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെയായിട്ട് എഴുതി വരും എത്ര വീഡിയോ നമ്മുടെ ചാനലിൽ മോണിറ്റൈസ് ആയെന്നുള്ളത്. 286 വീഡിയോ ഉണ്ട്. 286 വീഡിയോയും മോണിറ്റൈസ് ആയെന്ന് ഇവിടെ എഴുതി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പോവുകയാണ്. ഇതുവരെ ഇവിടെ മോണിറ്റൈസേഷൻ എനേബിൾ ആയെന്ന് കാണിച്ചിട്ടില്ല. മോണിറ്റൈസ് ആയി, പക്ഷെങ്കിൽ അത് നമ്മളിവിടെ ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേജ് റീഫ്രഷ് ചെയ്യണം. ഞാനിവിടെ റീഫ്രഷ് ചെയ്യുകയാണ്.
ഓക്കെ, റീഫ്രഷ് ആയി കഴിയുമ്പോൾ എന്താണ് വരുന്നതെന്ന് നോക്കാം. നോക്കുക, ഇവിടെ എല്ലാ വീഡിയോകളും മോണിറ്റൈസ് ആയിട്ടുണ്ട്. മോണിറ്റൈസേഷന് താഴെ ഒരു ഗ്രീൻ ഡോളർ ഐക്കൺ വന്നിട്ടുണ്ട്. എല്ലാ വീഡിയോകളും മോണിറ്റൈസ് ആയി. അപ്പോൾ ഇത്രയും കാര്യമേ ഉള്ളൂ. ഈ ഒരു പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 100 കണക്കിന് വീഡിയോകൾ തപ്പിപ്പോകുന്ന ആളുകളുണ്ട്. കാരണം ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ഒരു വീഡിയോയിലും ആരും പറഞ്ഞു തരുന്നില്ല. ഇതിനെക്കുറിച്ചുള്ള വീഡിയോകളുണ്ട്, പക്ഷേങ്കിൽ യൂട്യൂബിൻ്റെ ആ പുതിയ ചില മാറ്റങ്ങൾ, പുതിയ അപ്ഡേറ്റുകൾ വന്നതിന് ശേഷമുള്ള വീഡിയോകൾ വളരെ ചുരുക്കം മാത്രമേ കറക്റ്റായിട്ട് യൂട്യൂബിൽ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ഒരു ഡൗട്ടും നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു ചാനൽ മോണിറ്റൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇനി ഉണ്ടാകത്തില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എല്ലാ വീഡിയോകളും ഈ ചാനലിൽ മോണിറ്റൈസ് ആയി കിട്ടി. അപ്പോൾ എങ്ങനെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യാനോ, എങ്ങനെ ഗൂഗിൾ ആഡ്സൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നാളെ കാണാം. ഗുഡ് ബൈ.